സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴി പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ വിഷസ് അയക്കാറുണ്ട്. എന്നാൽ ഈ വിഷസ് അയക്കേണ്ട കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ പല ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് നമ്മൾ വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അയക്കേണ്ട കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകാറുണ്ട്. എന്നാൽ കുറച്ച് മുമ്പേ തന്നെ നമുക്ക് ആ ഒരു വാട്സപ്പ് മെസ്സേജ് തന്നെ ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ അയക്കേണ്ട ആ ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ സെൻഡ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. മിക്കവാറുമുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമുക്ക് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വാട്സപ്പ് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്കിഡിറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് വാട്സപ്പ് മെസ്സേജുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ സ്കിഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് കാണാൻ പറ്റും. അവിടെ മുകളിലായിട്ട് കാണുന്ന വാട്സപ്പ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇനേബിൾ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ചോദിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിലെ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലേക്കായിരിക്കും പോവുക. അവിടെ ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സ്കെഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും. അതൊന്ന് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്കെഡിറ്റ് ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആയി. ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് കാണുന്ന ആ ഒരു ഗ്രീൻ കളർ പേപ്പർ ക്ലിപ്പ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമേജസോ വീഡിയോസോ ഡോക്യുമെൻറ്റ്സോ മ്യൂസിക് ഫയൽസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു മെസ്സേജുമായിട്ട് നിങ്ങൾക്ക് പിൻ ചെയ്യാൻ സാധിക്കും. ഇനി താഴെയായിട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ആ ഒരു ടൈമിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ടൈം അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് താഴേക്ക് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ടുപുറത്തായിട്ട് കാണുന്ന നോ റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴോ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ മന്ത്ലിയോ ഇയർലിയോ അങ്ങനെ എങ്ങനെയാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ അവിടെയായിട്ട് കാണുന്ന വ്യൂ ഷെഡ്യൂൾ സമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഷെഡ്യൂൾ സമ്മറി നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കും. ഇനി നിങ്ങൾ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ആഡ് വാട്സപ്പ് റെസിപ്പിയൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്കായിരിക്കും നേരെ പോവുക. നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ആരെയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ വീണ്ടും ബാക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ ടിക്കിൽ ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെസിപ്പിയൻസിനെ അങ്ങനെയും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഷെഡ്യൂൾഡ് ആയിട്ട് മെസ്സേജസ് അയക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയുടെ എങ്ങനെയാണ് വാട്സപ്പ് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.